നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാകുമെന്നാണ് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുനിലയ്ക്ക് മുകളിൽ ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെൽ കർഷകരെ ചേർത്തുപിടിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് അസ്വസ്ഥത? കേരളത്തിൽ സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി കിലോക്ക് 6.31 രൂപയാണ് അധികമായി നൽകുന്നത്. കോർപ്പറേറ്റുകളുടെ കോടാനുകോടി രൂപയുടെ കടം എഴുതിത്തള്ളാൻ മടിക്കാത്തവരാണ് നെൽ കർഷകന് നൽകുന്ന ബോണസ് വലിയ ബാധ്യതയായി ചിത്രീകരിക്കുന്നത്. ഉൽപാദന വർധനവിനെ ബാധ്യതയായി വ്യാഖ്യാനിച്ച് നിലവിലുള്ള ബോണസ് നയം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായ ഉഭയകക്ഷി വ്യാപാര കരാർ ആർക്കാണ് വാസ്തവത്തിൽ നേട്ടം? ഇന്ത്യയ്ക്കോ യുഎസിനോ? യുഎസ് കുറയ്ക്കുന്നത് കഴിഞ്ഞ വർഷം കൂട്ടിയ തീരുവ മാത്രമാണ്. ഇന്ത്യയാകട്ടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ തീരുവ വെട്ടിക്കുറച്ചോ പൂർണ്ണമായും ഒഴിവാക്കിയോ യുഎസിന്റെ പല ആവശ്യങ്ങൾക്കും വഴങ്ങി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ഇന്ത്യ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങിയാൽ 25% പിഴ ചുങ്കം പുനഃസ്ഥാപിക്കും. അതോടെ തീരുവ നിലവിലെ 18%-ഉം 25% പിഴ ചുങ്കവും ചേർന്ന് 43%ആകും. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്താൻ നിർദ്ദേശിക്കുന്ന ബില്ലും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന യുഎസിന്റെ വാദത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്ത്യ യുഎസ് ഡീൽ ഫലത്തിൽ യുഎസിനാണ് അനുകൂലമെന്ന വിമർശനം ശക്തമായി കഴിഞ്ഞു. റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 900 മുതൽ 1200 കോടി ഡോളറിന്റെ വരെ വർധനയുണ്ടാകും. ഏകദേശം 1 ലക്ഷം കോടി രൂപ വരെ. ഈ ബാധ്യത ഇന്ത്യയിലെ എണ്ണ വിതരണ കമ്പനികൾ ഉപഭോക്താക്കളിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ പെട്രോൾ ഡീസൽ വിലയിൽ 7 രൂപ വരെ വർദ്ധിച്ചേക്കാം. നിലവിൽ കേരളത്തിൽ പെട്രോളിന് വില ലിറ്ററിന് 107.48 രൂപയും ഡീസലിന് 96.48 രൂപയുമാണ്. തിരുവനന്തപുരം വില. പെട്രോൾ ഡീസൽ വില കൂടിയാൽ ആനുപാതികമായി അവശ്യ വസ്തുക്കളുടെ വില, ഗതാഗത ചെലവ്, വ്യാവസായിക കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് തുടങ്ങിയവ വർദ്ധിക്കും. രാജ്യത്ത് പണപ്പെരുപ്പം കൂടും. ഇത് പിടിച്ചുകെട്ടാൻ റിസർവ് ബാങ്ക് പലിശ ഭാരം കൂട്ടും. ഫലത്തിൽ ജനങ്ങളുടെ ജീവിത ബജറ്റിന്റെ താളം തെറ്റും. ഇന്ത്യയുടെ GDPയെയും ബാധിക്കും. റഷ്യ നേരത്തെ ഇന്ത്യയ്ക്ക് ബാരലിന് $20 ഡിസ്കൗണ്ട് നൽകിയിരുന്നു. റഷ്യൻ എണ്ണയെ കൈവിട്ട് ട്രംപ് പറഞ്ഞതുപോലെ വെനസ്വേലൻ എണ്ണ വാങ്ങിയാൽ ഇന്ത്യയ്ക്ക് ഇറക്കുമതി ചെലവ് ഏറും. മറ്റു ക്രൂഡ് ഓയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി വെനസ്വേലൻ എണ്ണയ്ക്ക് കാഠിന്യം കൂടുതലാണ്. ഇത് സംസ്കരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ തന്നെ വേണ്ടിവരുമെന്നത് ഇന്ത്യൻ കമ്പനികളുടെ സാമ്പത്തിക ചെലവിനെ ബാധിക്കും. വെനസ്വേലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനുള്ള ചരക്കുനീക്ക ചെലവും തിരിച്ചടിയാകും. എന്നാൽ ഇന്ത്യയ്ക്ക് $10-12 ഡിസ്കൗണ്ട് നൽകാൻ വെനസ്വേല തയ്യാറായാൽ പ്രതിവർഷം $300 കോടി ലാഭിക്കാനാകുമെന്ന് SBI റിസർച്ച് പറയുന്നു. ഇതിനിടെ ഇറാനിലെ ചബഹാറിൽ ഇന്ത്യ വൻ നിക്ഷേപത്തോടെ സജ്ജമാക്കിയ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനവും ട്രംപിന്റെ വെല്ലുവിളികൾ മൂലം തുലാസിലായത് ഇന്ത്യയ്ക്ക് ഇരുട്ടടിയാണ്. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചബഹാർ തുറമുഖത്തിനായി ₹1 പോലും വീക്കിവെക്കാതിരുന്നത് ചബഹാറിനെ ഉപേക്ഷിക്കാനുള്ള നീക്കമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഇതിനകം പ്രതിവർഷം $100 കോടി രൂപയോളം ചബഹാറിനായി ഇന്ത്യ വകവെച്ചു വന്നിരുന്നു. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ തുറുപ്പുചീട്ടാണ് ചബഹാർ തുറമുഖം. പാകിസ്ഥാനുമായി പിണങ്ങിയ അഫ്ഗാനിസ്ഥാനും കയറ്റുമതി ഇറക്കുമതി ആവശ്യങ്ങൾക്ക് ചബഹാർ വലിയ ആശ്വാസമാണ്. എന്നാൽ ഇറാൻ-US ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ ഇറാനുമേൽ പ്രഖ്യാപിച്ച ഉപരോധം ട്രംപ് ഭരണകൂടം ചബഹാറിനും ബാധകമാക്കിയിരുന്നു. നിലവിൽ തൽക്കാലത്തേക്ക് മാത്രം ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് ഉപരോധ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ കാലാവധിയും വൈകാതെ തീരുമെന്നിരിക്കെയാണ് ബജറ്റിലെ ₹0 വകവീരിക്കൽ. ചബഹാറിന് തൊട്ടടുത്താണ് പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖം. ചബഹാർ നിശ്ചലമായാൽ അത് നേട്ടമാവുക ചൈനയ്ക്കും പാകിസ്ഥാനുമായിരിക്കുമെന്നതും ഇന്ത്യയെ അലോസരപ്പെടുത്തും. മാത്രമല്ല, ചരക്കു നീക്കത്തിന് പുറമെ ചൈന ഗ്വാദർ തുറമുഖം സൈനിക ആവശ്യത്തിനായും ഉപയോഗിക്കുമെന്നതും വെല്ലുവിളിയാകും. ഇരിങ്ങാലക്കുട ജനറൽ ഹോസ്പിറ്റൽ ക്യാന്റീനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ RB ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലെത്താൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ പ്രവർത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 1:15-നാണ് ജനറൽ ഹോസ്പിറ്റൽ ക്യാന്റീനിന്റെ മുകൾ ഭാഗത്തു നിന്നും തീ പടർന്നത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതാണ്.
8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാന്റീനിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാകുമെന്നാണ് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് മുകളിൽ ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെൽ കർഷകരെ ചേർത്തുപിടിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് അസ്വസ്ഥത? കേരളത്തിൽ സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി കിലോക്ക് 6.31 രൂപയാണ് അധികമായി നൽകുന്നത്. കോർപ്പറേറ്റുകളുടെ കോടാനുകോടി രൂപയുടെ കടം എഴുതിത്തള്ളാൻ മടിക്കാത്തവരാണ് നെൽ കർഷകന് നൽകുന്ന ബോണസ് വലിയ ബാധ്യതയായി ചിത്രീകരിക്കുന്നത്. ഉൽപാദന വർധനവിനെ ബാധ്യതയായി വ്യാഖ്യാനിച്ച് നിലവിലുള്ള ബോണസ് നയം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായ ഉഭയകക്ഷി വ്യാപാര കരാർ ആർക്കാണ് വാസ്തവത്തിൽ നേട്ടം? ഇന്ത്യയ്ക്കോ യുഎസിനോ? യുഎസ് കുറയ്ക്കുന്നത് കഴിഞ്ഞ വർഷം കൂട്ടിയ തീരുവ മാത്രമാണ്. ഇന്ത്യയാകട്ടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ തീരുവ വെട്ടിക്കുറച്ചോ പൂർണ്ണമായും ഒഴിവാക്കിയോ യുഎസിന്റെ പല ആവശ്യങ്ങൾക്കും വഴങ്ങി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ഇന്ത്യ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങിയാൽ 25% പിഴച്ചുങ്കം പുനഃസ്ഥാപിക്കും. അതോടെ തീരുവ നിലവിലെ 18%-ഉം 25% പിഴച്ചുങ്കവും ചേർന്ന് 43%-ആകും. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്താൻ നിർദ്ദേശിക്കുന്ന ബില്ലും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന യുഎസിന്റെ വാദത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്ത്യ യുഎസ് ഡീൽ ഫലത്തിൽ യുഎസിനാണ് അനുകൂലമെന്ന വിമർശനം ശക്തമായി കഴിഞ്ഞു. റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 900 മുതൽ 1200 കോടി ഡോളറിന്റെ വരെ വർധനയുണ്ടാകും, ഏകദേശം 1 ലക്ഷം കോടി രൂപ വരെ. ഈ ബാധ്യത ഇന്ത്യയിലെ എണ്ണ വിതരണ കമ്പനികൾ ഉപഭോക്താക്കളിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ പെട്രോൾ ഡീസൽ വിലയിൽ 7 രൂപ വരെ വർദ്ധിച്ചേക്കാം. നിലവിൽ കേരളത്തിൽ പെട്രോളിന് വില ലിറ്ററിന് 107.48 രൂപയും ഡീസലിന് 96.48 രൂപയുമാണ്. തിരുവനന്തപുരം വില. പെട്രോൾ ഡീസൽ വില കൂടിയാൽ അനുപാതികമായി അവശ്യവസ്തുക്കളുടെ വില, ഗതാഗത ചെലവ്, വ്യാവസായിക കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് തുടങ്ങിയവ വർദ്ധിക്കും. രാജ്യത്ത് പണപ്പെരുപ്പം കൂടും. ഇത് പിടിച്ചുകെട്ടാൻ റിസർവ് ബാങ്ക് പലിശഭാരം കൂട്ടും. ഫലത്തിൽ ജനങ്ങളുടെ ജീവിത ബജറ്റിന്റെ താളം തെറ്റും. ഇന്ത്യയുടെ GDP-യെയും ബാധിക്കും. റഷ്യൻ നേരത്തെ ഇന്ത്യയ്ക്ക് ബാരലിന് $20 ഡിസ്കൗണ്ട് നൽകിയിരുന്നു. റഷ്യൻ എണ്ണയെ കൈവിട്ട് ട്രംപ് പറഞ്ഞതുപോലെ വെനസ്വേലൻ എണ്ണ വാങ്ങിയാൽ ഇന്ത്യയ്ക്ക് ഇറക്കുമതി ചെലവ് ഏറും. മറ്റു ക്രൂഡ് ഓയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി വെനസ്വേലൻ എണ്ണയ്ക്ക് കാഠിന്യം കൂടുതലാണ്. ഇത് സംസ്കരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ തന്നെ വേണ്ടിവരുമെന്നത് ഇന്ത്യൻ കമ്പനികളുടെ സാമ്പത്തിക ചെലവിനെ ബാധിക്കും. വെനസ്വേലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനുള്ള ചരക്കുനീക്ക ചെലവും തിരിച്ചടിയാകും. എന്നാൽ ഇന്ത്യയ്ക്ക് $10-12 ഡിസ്കൗണ്ട് നൽകാൻ വെനസ്വേല തയ്യാറായാൽ പ്രതിവർഷം $300 കോടി ലാഭിക്കാനാകുമെന്ന് SBI റിസർച്ച് പറയുന്നു. ഇതിനിടെ ഇറാനിലെ ചബഹാറിൽ ഇന്ത്യ വൻ നിക്ഷേപത്തോടെ സജ്ജമാക്കിയ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനവും ട്രംപിന്റെ വെല്ലുവിളികൾ മൂലം തുലാസിലായത് ഇന്ത്യയ്ക്ക് ഇരുട്ടടിയാണ്. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചബഹാർ തുറമുഖത്തിനായി ₹1 പോലും നീക്കിവെക്കാതിരുന്നത് ചബഹാറിനെ ഉപേക്ഷിക്കാനുള്ള നീക്കമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഇതിനകം പ്രതിവർഷം $100 കോടി രൂപയോളം ചബഹാറിനായി ഇന്ത്യ വകവെച്ചു വന്നിരുന്നു. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടാണ് ചബഹാർ തുറമുഖം. പാകിസ്ഥാനുമായി പിണങ്ങിയ അഫ്ഗാനിസ്ഥാനും കയറ്റുമതി ഇറക്കുമതി ആവശ്യങ്ങൾക്ക് ചബഹാർ വലിയ ആശ്വാസമാണ്. എന്നാൽ ഇറാൻ-US ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ ഇറാനുമേൽ പ്രഖ്യാപിച്ച ഉപരോധം ട്രംപ് ഭരണകൂടം ചബഹാറിനും ബാധികമാക്കിയിരുന്നു. നിലവിൽ തൽക്കാലത്തേക്ക് മാത്രം ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് ഉപരോധ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ കാലാവധിയും വൈകാതെ തീരുമെന്നിരിക്കെയാണ് ബജറ്റിലെ ₹0 വകവരിക്കൽ. ചബഹാറിന് തൊട്ടടുത്താണ് പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖം. ചബഹാർ നിശ്ചലമായാൽ അത് നേട്ടമാവുക ചൈനയ്ക്കും പാകിസ്ഥാനുമായിരിക്കുമെന്നതും ഇന്ത്യയെ അനസരപ്പെടുത്തും. മാത്രമല്ല, ചരക്ക് നീക്കത്തിനു പുറമെ ചൈന ഗ്വാദർ തുറമുഖം സൈനിക ആവശ്യത്തിനായും ഉപയോഗിക്കുമെന്നതും വെല്ലുവിളിയാകും. ഇരിങ്ങാലക്കുട ജനറൽ ഹോസ്പിറ്റൽ ക്യാന്റീനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ RB ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലെത്താൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ പ്രവർത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 1:15-നാണ് ജനറൽ ഹോസ്പിറ്റൽ ക്യാന്റീനിന്റെ മുകൾ ഭാഗത്തു നിന്നും തീ പടർന്നത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതാണ്. 8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാന്റീനിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി.
നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാകുമെന്നാണ് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് മുകളിൽ ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെൽ കർഷകരെ ചേർത്തുപിടിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് അസ്വസ്ഥത? കേരളത്തിൽ സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി കിലോക്ക് 6.31 രൂപയാണ് അധികമായി നൽകുന്നത്. കോർപ്പറേറ്റുകളുടെ കോടാനുകോടി രൂപയുടെ കടം എഴുതിത്തള്ളാൻ മടിക്കാത്തവരാണ് നെൽ കർഷകന് നൽകുന്ന ബോണസ് വലിയ ബാധ്യതയായി ചിത്രീകരിക്കുന്നത്. ഉൽപാദന വർധനവിനെ ബാധ്യതയായി വ്യാഖ്യാനിച്ച് നിലവിലുള്ള ബോണസ് നയം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായ ഉഭയകക്ഷി വ്യാപാര കരാർ ആർക്കാണ് വാസ്തവത്തിൽ നേട്ടം? ഇന്ത്യക്കോ യുഎസിനോ? യുഎസ് കുറയ്ക്കുന്നത് കഴിഞ്ഞ വർഷം കൂട്ടിയ തീരുവ മാത്രമാണ്. ഇന്ത്യ ആകട്ടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ തീരുവ വെട്ടിക്കുറച്ചോ പൂർണ്ണമായും ഒഴിവാക്കിയോ യുഎസിന്റെ പല ആവശ്യങ്ങൾക്കും വഴങ്ങി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ഇന്ത്യ വീണ്ടും